കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് തന്നെയാണ് പ്രധാനം. നിർണായക അറസ്റ്റുകൾക്ക് സാധ്യത ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ചിലരുടെ അറസ്റ്റ് ED വൈകാതെ രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കിരൺകുമാറിന്റെ വിശദാംശങ്ങൾ നൽകാനായിട്ട്. കിരൺ, എന്തായാലും CPM-നെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുക തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ പോലും ഈ കരുവന്നൂർ തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് ED-യുടെ നടപടികളെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ED അന്വേഷണം ഇതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും CPM-ന്റെ കൗൺസിലർമാരായിട്ടുണ്ടായിരുന്ന അനൂപ് ഡേവിസ് കാടയും ഒപ്പം തന്നെ മധു അമ്പലപുരം എന്നീ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു തട്ടിപ്പിന്റെ അന്വേഷണം പ്രധാനമായിട്ടും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ CPM നേതാവായിട്ടുള്ള അരവിന്ദാക്ഷൻ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അരവിന്ദാക്ഷന്റെ പേരിൽ 50 ലക്ഷം രൂപയുടെ ഈ സ്ഥിര നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ED കണ്ടെത്തുകയും ഇയാൾക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ കൂടുതൽ CPM നേതാക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നത്. പ്രധാനമായിട്ടും നേരത്തെ ഈ തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വർഗീസ് അടക്കമുള്ള ആളുകളെ നേരത്തെ ED ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് ഇനി കൂടുതൽ നേതാക്കളെ ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഉള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരുക്കം ഏതായാലും ED-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതിനു വേണ്ടിയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ തന്നെ ED ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 350 കോടി രൂപയുടെ തട്ടിപ്പാണ് പ്രധാനമായിട്ടും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തൽ ED-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടുമുള്ള ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത് CPM നേതാക്കളും ഒപ്പം തന്നെ CPM പാർട്ടി തന്നെയാണ് എന്നുള്ളൊരു കാര്യവും ED വ്യക്തമാക്കിയിരുന്നു. CPM ലോക്കൽ കമ്മിറ്റികളടക്കം ഈ സഹകരണ ബാങ്കിൽ ഇവർക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായിട്ടുള്ള കണ്ടെത്തലാണ് ED-യുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ അന്വേഷണം അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി.